തിരുവിഷ്ട മിനിസ്ട്രീസ് ഡെയിലി ബിഡിലേക്ക് സ്വാഗതം. 2020 നവംബർ 15 സാർവത്രിക സഭ വിശുദ്ധ ബലിമധ്യേ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ. സുഭാഷിതങ്ങളുടെ പുസ്തകം 31 അധ്യായം 10 മുതൽ 13 വരെയും 19 മുതൽ 20 വരെയും 30 മുതൽ 31 വരെയും. സങ്കീർത്തനങ്ങൾ 127 1 മുതൽ 5 വരെയും. 1 തെസ്സലോനിക്ക ലേഖനം 5 അധ്യായം 1 മുതൽ 6 വരെയും. വിശുദ്ധ മത്തായി സുവിശേഷം 25 അധ്യായം 14 മുതൽ 30 വരെയും തിരുവചനങ്ങൾ. ശിലറ്റം പ്രിയപ്പെട്ടവരെ, കൃപയും സമാധാനവും നമ്മോടുകൂടെ. നാം ഒരുക്കമുള്ളവരായിരിക്കണം. ദൈവരാജ്യം നിരന്തരം പ്രതീക്ഷിക്കുന്നവരാകണം. ദൈവസന്നിധിയിൽ നാം നിൽക്കപ്പെടേണ്ടി വരും. ആ ദിനം എന്നാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എന്നത് നമ്മുടെ മുൻപിൽ നിരന്തരമായി ആലോചനയ്ക്ക് വിഷയമാകേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ദൈവസന്നിധിയിൽ നാം എത്തുമ്പോൾ അവിടുത്തെ സന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ജീവിതത്തിൽ നമുക്ക് അവിടെ നിന്ന് തന്ന കഴിവുകൾ, കൃപകൾ, അവിടെ നിന്ന് നമ്മെ ഏൽപ്പിച്ച ദൗത്യം എന്നിവ ചോദ്യം ചെയ്യപ്പെടും. സുവിശേഷത്തിൽ താലന്തുകളുടെ ഉപമ നിരവധി തവണ നാം കേട്ടിട്ടുള്ളതാണ്, നിരവധി തവണ പര്യാലോചിച്ചിട്ടുള്ളതാണ്. പലപ്പോഴും ഈ താലന്തുകളുടെ ഉപമ നമ്മുടെ ജീവിതവുമായി എത്രത്തോളം ബന്ധമുള്ളതാണെന്ന് നാം ചിന്തിക്കുന്നതിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു വലിയ പോരായ്മ നമ്മുടെ വിശ്വാസ ജീവിതം നമ്മിൽ ഏൽപ്പിക്കുന്ന ദൗത്യത്തെക്കുറിച്ചുള്ള നിരന്തരമായൊരു പര്യാലോചനയ്ക്ക് ഇടമാകുന്നില്ല എന്നുള്ളതാണ്. ഈ ഉപമ വായിക്കുമ്പോൾ ആ ഉപമയുടെ സാങ്കേതികത്വം അല്ലെങ്കിൽ വൈജ്ഞാനിക തലത്തിലുള്ള വ്യാഖ്യാനം നൽകി നാം കടന്നു പോവുകയാണ്. യഥാർത്ഥത്തിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള കടമകളെക്കുറിച്ച് ദൈവം നമ്മോട് ചോദിക്കും. അത് എന്താണ് നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം എന്നതിന് ആദ്യം ഉത്തരം കണ്ടെത്തണം. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് അപ്പനായിട്ടുള്ള കടമ ഏൽപ്പിച്ചിട്ടുണ്ട്, പുരോഹിതനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്, അമ്മയായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. യഥാർത്ഥത്തിൽ ദൈവം നമ്മെ ഏൽപ്പിച്ച താലന്ത് ദൈവകൃപയാണ്. ആ ദൈവകൃപ മറ്റുള്ളവർക്ക് അനുഭവപ്പെടണം. എൻ്റെയും നിങ്ങളുടെയും ജീവിതം വഴി ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കാരുണ്യം, ദൈവത്തിൻ്റെ വാത്സല്യം, ദൈവത്തിൻ്റെ കരുതൽ ഇവയെല്ലാം മറ്റുള്ളവർ അനുഭവിക്കാനിടയാകണമെന്നാണ്. അങ്ങനെ 5 താലന്ത് കൊടുത്ത ആളുണ്ട്, 2 താലന്ത് കിട്ടിയ ആളുണ്ട്, 1 താലന്ത് കിട്ടിയ ആളുണ്ട്. ഓരോരുത്തരുടെ കഴിവനുസരിച്ചാണ്, അല്ലെങ്കിൽ ഓരോരുത്തർക്ക് കൊടുത്തിട്ടുള്ള പദ്ധതിക്കനുസരിച്ചാണ്. അപ്പോൾ ആ പദ്ധതിക്കനുസരിച്ച് കിട്ടിയിട്ടുള്ള താലന്ത് എങ്ങനെ വിനിയോഗിച്ചു എന്ന് യജമാനൻ കണക്ക് ചോദിക്കുന്നൊരു ദിവസം വരും. അങ്ങനെ കണക്ക് ചോദിക്കുമ്പോൾ എന്തുത്തരം പറയാൻ പറ്റും? 5 കിട്ടിയവൻ സുവിശേഷത്തിൽ പറയുന്നത് ഞാൻ 5 കൂടി നേടി എന്നാണ്. 2 കിട്ടിയവൻ 2 കൂടി നേടിയെന്നും. അവരോട് 2 പേരോടും പറയുന്നുണ്ട്, നിങ്ങൾ ഉചിതമായി പ്രവർത്തിച്ചു, നല്ലവനും വിശ്വസ്തനുമായ കാര്യസ്ഥ, എൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക, നിന്നെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഏൽപ്പിക്കും. വിശ്വസ്തതയോടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന കാര്യം എന്താണ്? കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നതാണ്. അല്ലാതെ നിന്റെ പണി അതോട് കഴിഞ്ഞെന്നല്ല. ഒരാൾക്ക് അങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കും എന്നാണ് യജമാനൻ പറയുന്നത്. ഇനി അങ്ങനെ പറയുന്ന യജമാനൻ 3-ാമൻ വരുമ്പോൾ ചോദിക്കുന്നു, എന്താണ് നിന്റെ നില? അവൻ പറയുന്നു, നീ ഒരെണ്ണമല്ലേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ, നീ ക്രൂരനാണെന്നറിയാം, ദുഷ്ടനാണെന്നറിയാം, നീ വയ്ക്കാത്തിടത്ത് നിന്ന് എടുക്കുന്നവനും വിതറാത്തിടത്ത് നിന്ന് ശേഖരിക്കുന്നവനുമാണ്, വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുന്നവൻ. അങ്ങനെ കർക്കശക്കാരനാണ് നീ എന്നറിയാവുന്നത് കൊണ്ട് ഞാനത് നഷ്ടപ്പെടുത്തിയില്ല, ഞാനത് തുണിയിൽ പൊതിഞ്ഞ് മണ്ണി കുഴിച്ചിട്ടു. പലപ്പോഴും നമ്മൾ അങ്ങനെയാണ്. ഏൽപ്പിച്ച ദൗത്യത്തെ തുണിയിൽ പൊതിഞ്ഞ് മണ്ണി കുഴിച്ചിടും. എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ കണക്ക് തീർക്കാൻ നേരത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചേക്കാണ്. യജമാനൻ പറയും, ഇവൻ ദുഷ്ടനാണ്. ഞാൻ വെക്കാത്തിടത്ത് നിന്ന് എടുക്കുന്നവനും വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുന്നവനും വിതറാത്തിടത്ത് നിന്ന് വാരുന്നവനുമാണെന്ന് ഇവനറിയാം. അങ്ങനെ അറിയാമായിരുന്നിട്ടും അവൻ ഇത് ഒളിച്ചു വെച്ചു. പണവ്യാപാരിയുടെ കയ്യിലെങ്കിലും അവന് കൊടുക്കാമായിരുന്നു എന്നാണ് പറയുന്നത്. അന്ന് നിലനിന്നിരുന്ന ഭൗതിക സാഹചര്യത്തിൽ ധനം ഇരട്ടിപ്പിക്കാൻ ചെയ്തിരുന്നൊരു പരിപാടിയാണ് പണവ്യാപാരിയുടെ അടുത്ത് കൊടുക്കുക എന്നുള്ളത്. ചിലർ ബ്ലേഡ് കമ്പനിയൊക്കെ നടത്തുന്നത് ഈ ന്യായം പറഞ്ഞിട്ടാണ്. കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നാണ്. കർത്താവ് അങ്ങനെ പറഞ്ഞതല്ല, ഇത് ഉപമയാണ്. ആ ഉപമയുടെ സത്ത എന്താണ്? ദൈവം നമ്മളിൽ ഏൽപ്പിച്ചിട്ടുള്ള ദൈവകൃപയെ നാം ഒളിച്ചു വെച്ചാൽ, അത് കൈകാര്യം ചെയ്യാതിരുന്നാൽ, കൊടുക്കേണ്ടവർക്ക് കൊടുക്കാതിരുന്നാൽ, ജീവിതത്തിൽ ദൈവത്തിൻ്റെ കാരുണ്യവും സ്നേഹവും കരുതലും ഒക്കെ നമ്മിലൂടെ പ്രകടമാകാതിരുന്നാൽ, അവൻ അനുഭവിക്കാതിരുന്നാൽ, നിശ്ചയമായും നമ്മിൽ നിന്ന് ഉള്ളതുകൂടി എടുക്കപ്പെടും. അവൻ്റെ കയ്യിൽ നിന്ന് നാണയം എടുക്കുകയും അവനെ പുറത്ത് അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുകയും ചെയ്യും. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ ഒരു നില നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് ഗൗരവമായി നാം പരിശോധിക്കണം. ദൈവം നമ്മോട് പറയുകയാണ്, നമ്മളിങ്ങനെ ഒരുക്കമുള്ളവരായിരിക്കണം. നിരന്തരമായി നമുക്ക് തന്നിട്ടുള്ള ദൗത്യമനുസരിച്ച് അധ്വാനിക്കുന്നവരായി നമുക്ക് നിലകൊള്ളാൻ പറ്റും. ജീവിതം വെച്ച് നമുക്ക് പരിശോധിച്ച് നോക്കാം, എങ്ങനെയാണ് ഏൽപ്പിച്ച ദൗത്യങ്ങൾ നിറവേറ്റാൻ കഴിഞ്ഞിട്ടുള്ളത്. അവരിന് ഇതൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ, ഇതൊക്കെ വ്യയം ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ,
വിശ്വസ്തയോടെയാണോ വർത്തിച്ചത്? ദൈവം തന്ന ഈ കഴിവുകൾ, താലന്തുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ? കാരുണ്യം കാണിക്കേണ്ട സമയത്ത് കാരുണ്യം കാണിക്കാതിരുന്നിട്ടുണ്ടോ? നീതി പ്രവർത്തിക്കാതിരുന്നിട്ടുണ്ടോ? അവരെ കരുതാതെ പോയിട്ടുണ്ടോ? വാത്സല്യമില്ലാതെ പോയിട്ടുണ്ടോ? സ്നേഹിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടോ? സ്വാർത്ഥത്തിലാണോ കുടുങ്ങി ജീവിച്ചത്? തൻകാര്യം നോക്കിയാണോ കഴിഞ്ഞത്? ആലോചിക്കേണ്ട വിഷയമാണ്. സുഭാഷിതങ്ങളിൽ ഉത്തമയായ ഭാര്യയെക്കുറിച്ച് പറയും. ഉത്തമയായ ഭാര്യ ഭർത്താവിൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കും, അവൾ വിശ്വസ്തയായിരിക്കും, അവൻ നേട്ടങ്ങളിൽ അഭിമാനിക്കും, അവൻ നേട്ടം കൈവരിക്കും എന്നൊക്കെ പറയും. ഇത് ഭാര്യ എന്ന നിലയ്ക്ക് മാത്രമല്ല കേട്ടോ, ഈ അപരൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഇടപെടലിനെക്കുറിച്ചാണ് അതിൽ നാം വ്യക്തമായി ബോധ്യമാകേണ്ടത്. പഴയ നിയമത്തിൽ സുഭാഷിതങ്ങൾ പറയുന്ന ആ ഒരു കാര്യത്തെ മാത്രം എടുത്തിട്ട് സ്ത്രീകൾ എങ്ങനെയായിരിക്കണമെന്ന് ശഠിക്കുകയും ഇതൊക്കെ എനിക്ക് അവകാശമായി ലഭിക്കണമെന്ന് പറയുകയും ചെയ്യുന്നൊരു മനോഭാവത്തിലേക്കല്ല പോകേണ്ടത്. അവിടെ കാണേണ്ട കാര്യം ഇതാണ്, ഈ അപരൻ എന്ന് പറയുന്ന ആൾക്ക് ഇങ്ങനെയൊക്കെ ആയിത്തീരാനായിട്ട് എനിക്ക് കഴിയണം, അവരന് കരുതലിൻ്റെ സ്നേഹത്തിൻ്റെ അനുഭവമായിട്ട് മാറാൻ കഴിയണം, ഉപദ്രവം ചെയ്യാത്ത ഒരാളായിട്ട് മാറാൻ എനിക്ക് കഴിയണം, മറ്റുള്ളവർക്ക് വേണ്ടി കഠിനമായി അധ്വാനിക്കുകയും സമ്പാദിക്കുകയും ദരിദ്രർക്ക് ദാനം ചെയ്യുകയും ചെയ്യുന്ന മനോഭാവം നമുക്കുണ്ടാകണം. ഇത് ജീവിതത്തിൽ എങ്ങനെയാണ് ഈ പറഞ്ഞ കാര്യസ്ഥതയുടെ പ്രവൃത്തി ഉണ്ടാകേണ്ടത്, ഈ താലന്തുകൾ ഉപയോഗിക്കേണ്ടതെന്നതിനെക്കുറിച്ചാണ്. മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിക്കുന്നു, കഠിനമായി അധ്വാനിക്കുന്നു, എന്നിട്ട് ദരിദ്രർക്ക് ദാനം ചെയ്യുന്നു, മറ്റുള്ളവരുടെ വേദനയെ പങ്കുചേരുന്നു എന്നൊരു മനോഭാവം ഉണ്ടാവണം. എന്നിട്ട് ബാഹ്യമോടികളിൽ ആശ്രയിക്കാതെ ദൈവഭക്തിയുള്ളവരായി ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവരായി ജീവിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയുമെങ്കിൽ അത് ഉത്തമമാണെന്നാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം പറയും. ഇത് സ്ത്രീയെക്കുറിച്ചാണ് സുഭാഷിതങ്ങൾ വ്യക്തമായി പറയുന്നത്. എന്നാൽ സാമാന്യമായത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകേണ്ടത് ഇത് ഒരാളെക്കുറിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെക്കുറിച്ച് മാത്രം പറയുന്ന നിലയ്ക്കല്ല, നമ്മുടെ ജീവിതം കാണേണ്ട ഒരു നിലപാടെന്ന നിലയ്ക്കാണ്. ഇനി വേറൊരു തരത്തിൽ നമുക്ക് കാണാം, നമ്മൾ ആത്മാവിൻ്റെ ഇംഗിതത്തിനനുസരിച്ച് ആയിത്തീരുമ്പോൾ നമ്മൾ ഈ സ്ത്രീത്വം അല്ലെങ്കിൽ പുരുഷത്വം എന്ന് പറയുന്ന കേവല ഒരു ധാരണയ്ക്ക് അപ്പുറത്തേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ നിലപാടുകൾ മാറേണ്ടതുണ്ട്. അവിടെ അപരന് ഇങ്ങനെയൊക്കെ ആയിത്തീരാൻ കഴിയണം എന്നൊരു നിലയ്ക്ക് നമുക്കിത് കാണാൻ പറ്റും. ഇത് വളരെ അടിയന്തരമായി നാം ചിന്തിക്കേണ്ട കാര്യമാണ്. തെസ്സലോനിക്ക ലേഖനം പറയുന്നത് എപ്പോഴാണെന്ന് അറിഞ്ഞുകൂടാന്നാണ്. ഇത് എപ്പോഴാണെന്ന് അറിഞ്ഞുകൂടാ, സമയം അറിഞ്ഞുകൂടാ, രാത്രി കള്ളം വരുന്ന പോലെ വരും. അതുകൊണ്ട് ദൈവം വരുന്ന സമയത്ത് ഒരുക്കമുള്ളവരായി കാണപ്പെടാൻ നിരന്തരമായ ജാഗ്രതയോടെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലയിലും ഓരോ സന്ദർഭത്തിലും ജീവിതം ഇങ്ങനെ വ്യയം ചെയ്യുന്നവരായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റണം. നമ്മളിപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ ജീവിക്കാനല്ല. സ്വതന്ത്രത വേണം, സ്വസ്ഥത വേണം, സ്വാതന്ത്ര്യം വേണം, നമുക്ക് വിശ്രമം വേണം, എന്തൊരു കഷ്ടമാണ് ജീവിതം എന്ന് കരുതാണ്. ഈ അപരന് വേണ്ടി നമ്മളിങ്ങനെ സ്വയം വ്യയം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ ക്ലേശാനുഭവങ്ങൾ അല്ലെങ്കിൽ കഷ്ടാനുഭവങ്ങൾ അനുഭവപ്പെടുന്ന മുഴുവൻ ഇപ്പം നമ്മൾ എത്രത്തോളം വിശ്വസ്തരാണോ അത്രത്തോളം കൂടുതൽ നമ്മൾ ഈ ഭാരം വഹിക്കേണ്ടി വരും, അപരനെ കൂടുതൽ കരുതുമ്പോൾ. ആ കരുതലാണ് യഥാർത്ഥത്തിൽ താലന്തുകൾ വർദ്ധിപ്പിക്കാനിടയാകുന്നത്. നമുക്ക് ലഭിച്ചിട്ടുള്ള ഇപ്പോൾ നമ്മളൊരു കാര്യം എളുപ്പത്തിൽ മനസ്സിലാക്കിയാൽ മതി. നമ്മളൊരാളെ ശുശ്രൂഷിക്കുന്നു, അയാളെ ശുശ്രൂഷിക്കുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ കൈവരുന്ന അനുഭവം എന്താണ്? അയാൾ ശുശ്രൂഷിക്കാൻ തുടങ്ങുന്നതോടുകൂടി കൂടുതൽ ശുശ്രൂഷിക്കാനുള്ളൊരു കഴിവ് നമ്മൾ ആർജിക്കുന്നവരായിട്ട് മാറും. അവരന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്യുമ്പോൾ കൂടുതൽ നന്മ ചെയ്യാനുള്ളൊരു ശേഷി നാം ആർജിക്കുകയാണ്. ആദ്യം ഉണ്ടായിരുന്ന പോലെ അല്ല. ഇപ്പോൾ ഒരാളുടെ കണ്ണീര് തുടയ്ക്കാൻ പറ്റിയാൽ ആ കണ്ണീര് തുടയ്ക്കുന്ന മുമ്പത്തെ പോലെയല്ല, കുറേ കൂടി നമുക്ക് അനുഭവപരമായ ഉയർച്ച ഉണ്ടാവും. അതാണ് താലന്തുകൾ വർദ്ധിക്കും, കൂടുതൽ ശുശ്രൂഷ ദൈവം ഏൽപ്പിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ അവരന് വേണ്ടി കഷ്ടപ്പാടുകൾ സഹിക്കുമ്പോൾ, അവരന് വേണ്ടി കരുതലുള്ളവരായിട്ട് മാറുമ്പോൾ, കാരുണ്യം ഉള്ളവരായിട്ട് മാറുമ്പോൾ നമ്മുടെ ജീവിതം ഒരുക്കമുള്ളതായിട്ട് മാറും. നമ്മൾ ഏത് സമയത്തും ദൈവസന്നിധിയിൽ നമ്മെ വിളിച്ചാൽ ഉത്തരം പറയാൻ കഴിവുള്ളവരായിട്ട് നമ്മൾ മാറും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ബോധ്യം ഉണ്ടാവേണ്ടതുണ്ട്, താലന്തിൻ്റെ കഴിവുകൊണ്ടാണ്, നമ്മുടെ കഴിവുകൊണ്ടല്ല. സങ്കീർത്തനത് പറയുന്നുണ്ട്, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥം, കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരൻ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. അതുകൊണ്ട് അതിരാവിലെ എഴുന്നേറ്റ് കഠിനാധ്വാനം ചെയ്ത് ഉപജീവിക്കുകയാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന്, അല്ലെങ്കിൽ അതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് ചിന്തിക്കരുത് എന്ന് സങ്കീർത്തകൻ ഓർമ്മിപ്പിക്കുക. ക്രിസ്തുവിലായിരിക്കുമ്പോൾ ക്രിസ്തു എന്ന കഴിവ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇത് എൻ്റെ ഉപജീവനത്തിനായിട്ടുള്ളതല്ല ഈ കഠിന പ്രയത്നം, ഇത് അവരന് വേണ്ടിയായിത്തീരണം, ആ ഒരു മനോഭാവം എനിക്കുണ്ടാകണം. അതല്ലെങ്കിൽ ഈ അധ്വാനം വ്യർത്ഥമായിട്ട് മാറുമെന്നാണ് സങ്കീർത്തകം പറയാം. ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, എന്നിട്ട് പറയുന്നുണ്ട് കർത്താവിൻ്റെ സമ്മാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനമാണ്. എന്താണ് സമ്മാനം? സമ്മാനം കൂടുതൽ ശുശ്രൂഷ ചെയ്യാനുള്ള, കൂടുതൽ സ്വയം അർപ്പിക്കാനുള്ള, അവരന് വേണ്ടിയായി മാറാനുള്ള ഒരു ഡിമാൻഡിങ് ലവാണ് അവരിൽ നിന്നുണ്ടാകുക. അവരന് വേണ്ടി ആയിത്തീരുക. അങ്ങനെ അവരന് വേണ്ടി ആയിത്തീരാനുള്ള അവസരമായിട്ട് ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെ കാണാൻ പറ്റണം, കടമകളെ കാണാൻ പറ്റണം, ജീവിത സാഹചര്യങ്ങളെ കാണാൻ പറ്റണം. അതുകൊണ്ട് ചുറ്റുപാടുമുള്ളവർക്കായി ജീവിതത്തെ എങ്ങനെ ഏറ്റവും ഭംഗിയായി ക്രിസ്തുവിൽ വ്യയം ചെയ്യാം,
ഈ കൃപയുടെ സമൃദ്ധിയിലാണെന്ന ബോധ്യത്തോടെ, കർത്താവിൻ്റെ താലന്താണെന്ന ബോധ്യത്തോടെ പകർന്നു കൊടുക്കാം എന്നതിനെക്കുറിച്ച് ഗൗരവമായ ഒരു ആലോചന നമുക്കുണ്ടാകണം. ഇപ്പോൾ ഈ കോവിഡ് വന്ന സാഹചര്യത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട് തെളിഞ്ഞു വന്നൊരു കാര്യം അതാണല്ലോ. സാഹോദര്യത്തിൻ്റെ മഹിമയെക്കുറിച്ച്, സാഹോദര്യത്തിൻ്റെ പ്രവർത്തന വഴികളെക്കുറിച്ച് കൂടുതൽ ബോധ്യമുള്ളവരായി, കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരും അതിലിടപെടുന്നവരുമായി മാറാനുള്ളൊരു പ്രേരണ ഈ കാലഘട്ടം നമ്മുടെ മുമ്പിൽ ഉയർത്തുന്നുണ്ട്. കഷ്ടപ്പെടുന്നവൻ, വേദനിക്കുന്നവനൊക്കെ നമ്മുടെ മുമ്പിലുണ്ടാകുന്നു. ലോകത്ത് വളരെയധികം ആളുകൾ ഞെരുങ്ങുന്നൊരു കാലമാണ്. ഈ കാലത്ത് അവരനെ കരുതുന്നൊരു മനോഭാവത്തിലേക്ക് വരാനായിട്ട് നമുക്ക് പറ്റണം. ചുറ്റുപാടുമുള്ളവർക്കായിട്ട് ജീവിതം വ്യയം ചെയ്യാൻ, അവരുടെ സ്വരമായിട്ട് മാറാൻ, അവരുടെ ജീവിതത്തിന് തുണയായിട്ട് മാറാൻ, അവരുടെ തളർച്ചയിൽ അവന് ബലപ്പെടുത്തുന്നവരായിട്ട് മാറാൻ കഴിയുമ്പോഴാണ് നമുക്ക് ലഭിച്ച താലന്തുകൾ വിലയുള്ളതായിട്ട് മാറുക. അപ്പോഴാണ് ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ഒരുക്കമുള്ളവരായി കാണപ്പെടുക. ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ യജമാനൻ നമ്മെ ശ്ലാഘിക്കുന്ന അവസരം ഉണ്ടാകും. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, അവൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാനാണ് നാം ഈ ഭൂമിയിൽ കഷ്ടതയുടെ വഴിയിലൂടെ കടന്നു പോകുന്നത്. അവരെൻ്റെ കഷ്ടതകൾക്ക് താങ്ങാകുമ്പോൾ അവൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ അത് വഴിയായിത്തീരും. അപ്രകാരമായിത്തീരാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.